എന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ കർത്താവിൻ്റെ ദാസന്മാർ ദൈവജനം എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. To all those that are in the presence of the Lord this morning, especially our pastors, I greet you all in the matchless name of our Lord and Savior Jesus Christ. അനുഗ്രഹീതമായ ഈ നല്ല കർത്തൃപകൽക്കാലം ലോകമെമ്പാടുമുള്ളതായ ക്രൈസ്തവർ കർത്താവിൻ്റെ ഉയർപ്പിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നുമായി നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകിയതായ ഈ നല്ല സുദിനം, അതിൻ്റെ ആ മഹത്വത്തെ നാം മനസ്സിലാക്കി ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. When the Christians of the world celebrate Easter today, we have that privilege to be able to celebrate His resurrection every day in our lives. ഈ 30-ാം സങ്കീർത്തനം എൻ്റെ ഓർമ്മ ശരിയാകുന്ന 2 ആഴ്ച മുൻപ് 30-ാം സങ്കീർത്തനത്തിൽ കൂടി ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ നൽകി. If my memory serves me right, 2 weeks ago I was able to minister from this Psalms 30 as well. അതിൻ്റെ 10-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. We thought about the verse 10. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. Hear, O Lord, and be merciful to me, O Lord, be my helper. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനും നമ്മോട് കരുണയുണ്ടാകുവാനും അവൻ നമ്മുടെ രക്ഷകനായിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തേണ്ടതായ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ആ ദിവസം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായത്. So we were thinking about what we need to do in order for our salvation to be secure. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ തിരുവചനവുമായി ഞാൻ അല്പസമയം ധ്യാനത്തോടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നതായ ഒരു ചിന്ത വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച ദൈവസന്നിധിയിൽ താഴെ ഇരിപ്പാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. So I wish to share a thought that the Spirit of the Lord has given me this morning. അതിന്റെ 3-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. The Holy Spirit was able to minister to me through the verse 3. ആ വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. The verse reads like this: O Lord, you brought me up from the grave, you spared me from going down into the pit. അതിന്റെ അർത്ഥം നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിന്റെ ഹെഡിങ്ങിൽ പറഞ്ഞതുപോലെ ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുക. If we are able to understand the meaning of this verse, we will, like the psalmist says in the title, we will be able to praise the Lord. 30-ാം സങ്കീർത്തനം 30-ന്റെ ആരംഭ ഭാഗത്ത് അല്ലെങ്കിൽ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായി ദാവീദ് തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചതായ വിടുതലുകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് താൻ നന്ദി കരേറ്റിക്കൊണ്ട് ആരംഭിക്കുക. In the starting few verses, the psalmist David is praising God for all the deliverance that God has given him. 30-ാമത്തെ 1-ാം വാക്യത്തിൽ പറയുന്നു: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. In verse 1 it says, I will exalt you, O Lord, for you lifted me out of the depths and did not let my enemies gloat over me. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കി. And in the second verse, O Lord my God, I called to you for help and you healed me. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ നന്മയെ കുറിച്ചാണ് താനോട് പറയുന്നത്. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റി, ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതേണ്ടതിന് നീ എന്റെ ജീവന് രക്ഷ നൽകിയിരിക്കുന്നു. And in the third verse, the psalmist is talking about the greatest blessing he has ever received, which is, O Lord, you brought me up from the grave. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ടതായ വലിയൊരു സത്യം ഇതിൽ അടങ്ങിയിരിക്കേണ്ടത് നമ്മുടെ എല്ലാം ജീവനെ അവൻ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. This morning we have to understand the truth that God is keeping our lives very safe and secure. നാം പാടിയതുപോലെ ഒരു ഇടയനെ പോലെ നല്ല ഒരു ഇടയനായി കർത്താവ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന നമ്മുടെ സ്നേഹത്തിന് മുൻപിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. Like we sang this morning, God is being a great shepherd and that is leading us. വീണു പോകാൻ തക്കവണ്ണം സാഹചര്യമുള്ളതായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when we live in a world that we can fall at any moment, നാം വീണു പോകാതെ, that we will not so that we may not fall, നമ്മെ വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ പുണ്യകരത്തിന്റെ മഹിമയും മഹത്വം അല്ലെങ്കിൽ ആ മഹിമയെ നാം മനസ്സിലാക്കി അവന് നന്ദിയോട് കൂടി സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. We must remember all this and be able to glorify God through his and through understanding his glory. അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്: നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത് എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം പിടിപ്പിച്ചു. In verse 11 we read, you have turned my wailing into dancing, you remove my sackcloth. ഇതെല്ലാം നീ എന്റെ ജീവിതത്തിൽ തരുന്നുകൊണ്ട് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ ദാവീദോട് പറയുകയാണ്: ഞാൻ മൗനമായി ഇരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനായിട്ട് നീ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നൽകിയെന്ന്. And because all of these verses, the psalmist is saying that my heart may sing to you and not be silent. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യഹോവയാം ദൈവം അല്ലെങ്കിൽ കർത്താവ് ചെയ്തതായ നന്മകളെ നാം എണ്ണി എണ്ണി ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാൽ മതിയാകും. And to all my brothers that are hearing me this morning, if we understand
understand and count all of our blessings, we will not be able to stay still and praise God. അനേകർ ഈ ലോകത്തിൽ നിന്ന് പ്രഭാതം കാണുവാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ When many people in this world are not able to see the morning and are passing away, ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അവന്റെ സന്നദ്ധയിൽ കടന്നു വന്നവന്റെ മഹത്വം കരയേറ്റുവാൻ സ്വർഗസ്ഥനായി ദൈവം തന്ന കൃപയ്ക്കായി ഒരിക്കൽ കൂടി ആദരത്തെ തുറന്നുകൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. God has given us the grace to be able to come into His presence and to be able to sing songs Praise and God. praise Him. നാം മരിച്ചവരായിരിക്കാനല്ല സ്വർഗം നമ്മെ വീണ്ടെടുത്തത്. സ്വതന്ത്ര ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. God has not redeemed us to stay dead, but to be alive in the spirit. വേഗത്തിലേക്ക് മൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരെ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിരിക്കൊണ്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു എന്ന്. Oh Lord, you brought me up from the grave, you spared me from going down into the pit. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് അവിടെ പറഞ്ഞതായ ഒരു പദം വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു 2-ന്റെ-24-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. Peter is saying in 1 Peter 2:24, he himself bore our sins in his body on the tree so that we might die to sins and live for righteousness. 2 ദിവസം മുമ്പ് ലോകമെമ്പാടുമുള്ളതായ ക്രൈസ്തവ ജനതയെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം അവരവിടെ കൊണ്ടുപോയിട്ട് അവരെ ഒന്ന് ക്രൂശിച്ചു. Two days before we can know that the Christians believe that Christ was crucified. അർത്ഥം മനസ്സിലാക്കാതെ സ്തോത്രം അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയവരായി നാം ദൈവത്തിന്റെ കൃപയോർത്ത് ദൈവം നമുക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്തതായ വലിയ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം നാം കടപ്പെട്ടവരാണ്. When the Christians today do not understand the meaning of what they did 2 days before, we as Christians should understand that we know the meaning of this. വളരെ ഐശ്വര്യ സ്തോത്രം തിരുവചനത്തിൽ കൂടി ഇന്ന് പകൽക്കാലം സംസാരിപ്പാനായിട്ട് ഇടയായി. Sister Aishwarya was able to speak very beautifully from the word of God this morning. Repentance, മാനസാന്തരം. And repentance. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ഹല്ലേലൂയ മാനസാന്തര തലത്തിലേക്ക് നാം കടന്നു വരണം. Every day and every moment in our lives we have to come to that state of repentance. ഇവിടെ പത്രോസ് പറയുക, നാം പാപസംബന്ധം മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളെ, ആ പദമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. Peter is saying here that he himself bore our sins in his body on the tree so that we might die to sin and live for righteousness. So അവിടെ പറയുകയാണ് പാപങ്ങളെ. അവിടെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ സിൻസ് എന്നാണ് ദൈവം അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. And so we read here about the sin. അവിടെ ഒരു പാപമല്ല പറഞ്ഞിരിക്കുന്ന, അനവധി പാപങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചുമന്നുകൊണ്ടിരുന്നതായ അനവധി പാപങ്ങളെ ആര് ചുമന്നു? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവൻ ചുമന്നു. And it's not singular, it's plural sins, and so Christ bore our sins, many sins on the cross. എന്തിനു വേണ്ടി? What for? നമുക്ക് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി. It is for us to be healed. നാം സമാധാനം അനുഭവിക്കുവാൻ വേണ്ടി. It is for us to experience നാം peace. സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി. It is for us to experience comfort. ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ വേണ്ടി. It is for us to experience His Praise blessings. God. അതിനുവേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ മുഴുവൻ അവൻ ചുമന്നുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് അവൻ കടന്നു കയറി. And for Christ he endured all that and then Praise went to the God. cross. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ഹല്ലേലൂയ സ്തോത്രം അവൻ ആ പച്ചമരക്കുരിശിൽ യാഗമായി തീർന്നുവെന്ന്. We read that Christ was pierced for our transgressions, he was crushed for our iniquities, the punishment that was brought അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. and by his wounds we are healed. അവന്റെ അടിപ്പിണരാൽ നാം സൗഖ്യം അനുഭവിക്കുന്നുവെങ്കിൽ And if we are experiencing ഇന്ന് healing, പകൽക്കാലം നാം മൗനമായിരിക്കത്തില്ല. we should not be quiet this morning. അവന്റെ അടിപ്പിണകളാലുള്ള സൗഖ്യത്തെ നാം ഓരോ ദിവസവും അയവിറക്കുന്നുവെങ്കിൽ, And if we are able to remember by his wounds we are healed, നമ്മുടെ ഹൃദയം നന്ദിയാൽ തുളുമ്പുവാനിടയായി തീരും. our souls will be gladdened. നമ്മുടെ ആദരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. Our inside being will praise ജീവനുള്ള God. ദൈവത്തിന്റെ ത്യാഗത്തെ നാം ഓരോ ദിവസവും അനുസ്മരിച്ചുകൊണ്ടിരിക്കും. We will be able to remember the living sacrifice of പാപത്തിന് Christ. നാം ഇടം കൊടുക്കത്തില്ല. We will not give way to sin. പാപജീവിതത്തിന് നാം അവസരം കൊടുക്കത്തില്ല. We will not give any way to sin. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് നീ കരയേറ്റിയിരിക്കുന്നുവെന്ന്. And the psalmist is saying, "Oh Lord, you have brought up my soul from എന്നെ Sheol." കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്ര വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തതായ നന്മയെ ഒന്ന് ഓർത്തേ. Let us be able to remember each and every single blessing he has അധമ done. പാതാളത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു നാം. We were all destined for the grave. യാതൊരു കൃപയ്ക്കും പാത്രീഭൂതരായി തീരുവാൻ തക്കവണ്ണം ഒരു കരുണയും ലഭിക്കാതിരിപ്പാൻ തക്കവണ്ണമുള്ളതായ ജീവിത സാഹചര്യത്തിൽ കൂടി ജീവിച്ചിരുന്നവരായിരുന്നു നാം. In a situation where we were not destined for any sort of grace or mercy. എന്നാൽ നഷ്ടപ്പെട്ടു പോയതായ ദൈവ തേജസ്സിനെ മടക്കി തരുവാൻ വേണ്ടി
but for Christ to be able to give us the once glorified state where we lived in. സ്വന്തം പുത്രനെ അവൻ നമുക്ക് വേണ്ടി യാഗമായി തരുവാൻ തക്കവണ്ണം God വേണ്ടിയായി. gave His one and only Son for that. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അധമ പാതാളത്തിൽ നിന്നുള്ള കരകയറ്റലിനായി For Christ to be able to bring us up from the depths of Sheol. ഒരുവൻ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ പച്ചമര കുരിശിന്മേൽ അവൻ യാഗമായി തീർന്നു. Christ was made a sacrifice on the cross എന്റെ ജീവരക്ഷയ്ക്കായി, for our salvation, എന്റെ സൗഖ്യത്തിനായി, for our healing, എന്റെ വിടുതലിനായി, for our എന്റെ redemption, സമാധാനത്തിനായി for our peace. യാഗമായി തീർന്നു ഒരുവൻ. Christ was a sacrifice for that. ദാവീദ് ഇത് പറയുമ്പോൾ തന്റെ ഹൃദയത്തെ ഞാനൊന്ന് ആലോചിച്ചു പോയി ആ സമയത്ത്. And so I was thinking about how David തന്റെ was ഹൃദയം when he's writing this. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കരയുവാനിടയായി തീർന്നു. He was able to cry in the presence of the Lord. ദൈവസന്നിധിയിലായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, And so to those who are listening to ഇന്ന് me, പകൽക്കാലം നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീരെങ്കിലും തുളുമ്പുവാനിടയായി തീരണം. our eyes should be tearful this morning. നമുക്ക് വേണ്ടി പാപമേറ്റ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ഹല്ലേലൂയ. The sinless person bore our sins. നാം ഒന്ന് ഓർക്കണം, നമുക്ക് വേണ്ടി നാം ഏൽക്കേണ്ടതായ അടികൾ മുഴുവൻ അവൻ തന്റെ ശരീരത്തിൽ ഏൽക്കുവാൻ തക്കവണ്ണം വേണ്ടിയായി. We need to remember all the beatings that we were supposed to receive. Christ bore that. എന്റെ ചങ്കിൽ കുത്തേണ്ടതായ ആ കുന്തം ഹല്ലേലൂയ തന്റെ വിലാപ്രമം തുറന്നു കൊടുത്ത തന്റെ ചങ്കിനെ അവൻ ഏൽക്കുവാൻ ഇടയായി. The spear that was supposed to pierce us, it pierced Christ. എന്റെ തലയിൽ വെക്കേണ്ടിയിരുന്നതായ ആ മുൾക്കിരീടം അവൻ തന്റെ തലയിൽ വെക്കുവാൻ വേണ്ടി തന്നെ കുടിച്ചു കൊടുത്തു. The crown of thorns that was to be on our head, Christ bore that crown of Praise thorns. God. ആ മുൾക്കിരീടം തന്നെ മടിയുമ്പോൾ തന്റെ കവിൾത്തിടയിൽ കൂടി ഇറങ്ങി വന്നതായ ഓരോ രക്തത്തുള്ളികളും എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് ഫലമായി തീർന്നു. And when he bore that crown of thorns, each and every single blood that was spreading down his cheeks was for us. അവൻ എനിക്ക് ജീവരക്ഷ നൽകിയിരിക്കുന്നു. And he has given us life in ആയതിനാൽ abundance. ഞാൻ അവനെ കാലത്തും മഹത്വപ്പെടുത്തുമെന്ന്. And because of that, I will rejoice and praise him for all ജീവരക്ഷയുടെ the more. മറവിൽ നാം ആയിരിക്കുമ്പോഴും മറന്നു പോകരുത്. When we are living in this life, we must not ഒരുവൻ forget എനിക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്ന്. that Christ became our Praise sacrifice. God. ഹല്ലേലൂയ. തിരുവചന വേദഭാഗത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചില ചിന്തകളിൽ കൂടി നമ്മെ കടത്തിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുക. And so the Holy Spirit is wanting to bring us through a different understanding ഈ today. ജീവരക്ഷ നൽകിയതിന് അവന് വലിയൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. And for him to give us this life, he has a very great purpose. പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകളിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. And in 1 Peter is saying, പത്രോസോട് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാർക്കും വേണ്ടി എഴുതുന്നത്. And so Peter is writing to all the people that are scattered across. He himself bore our sins in his body on the tree so that we might die to sins and live for righteousness. പറയുമ്പോൾ പറയുന്ന പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനിയയിലും ഗ്ലാസ്കോയിലും ഹല്ലേലൂയ പരദേശികളായി പാർക്കുന്ന ദൈവമക്കളോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം പറയുവാനായിട്ടുള്ളത്. And so the Holy Spirit wants to speak to all those nations, especially us here. ഞാൻ നിങ്ങളെ വിളിച്ചതിന് തിരഞ്ഞെടുത്തതിന് വലിയൊരു ഉദ്ദേശമുണ്ട്. That there is a reason behind me calling you and choosing you. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടി? ഒന്നാമതായി അവിടെ പറയുന്നു, നിങ്ങളുടെ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി. And why did he call us and choose us? It is because he wants us to be renewed in our spirit. ഞാൻ നിങ്ങൾക്ക് ജീവരക്ഷ വരുത്തിയതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ വിശുദ്ധരായി ജീവിക്കുവാൻ. For us to be holy in our spirit. വിശുദ്ധിയിൽ നിങ്ങൾ ജീവിക്കുന്ന കണ്ട് എനിക്ക് സന്തോഷിക്കണം. And so Peter wants to be happy knowing that we are living in his ഇന്ന് spirit. പകൽക്കാലം നാം ഈ തിരുവചന വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മവിശുദ്ധിക്ക് വിരോധമായിട്ടുള്ളതായ ഏതെങ്കിലും പ്രവർത്തന രീതികൾ ഉണ്ടെങ്കിൽ വ്യക്തമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു അനുതാപത്തിലേക്ക് കടന്നു വരുവാനിടയാകട്ടെ. And so listening to this word, if we have anything that is grieving the Holy Spirit, we should understand this. ഇതിന്റെ പ്രാരംഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാരംഭം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന repentance എന്ന പദമാണ്. And from the very beginning of this morning, the Holy Spirit is speaking to us about repentance. അനുതാപം, മാനസാന്തരം. Repentance. മാനസാന്തരം കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. No one can enter the presence of God without repentance. Praise God. പറയുകയാണ്, ജീവരക്ഷ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന്. And to bring the salvation of life, I have
came to you. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന്. And so we read, for those whom God foreknew, he also predestined to be conformed to the likeness of his son. അമ്മയുടെ ഉദരത്തിൽ നാം പിണ്ടാകാരമാകുന്നതിന് മുൻപേ സ്വർഗ്ഗത്തിലെ ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവൻ മുന്നമേ കണ്ടിരുന്നു. Before we were even formed in our mother's womb, God has already seen us and ഇന്ന് called പകൽക്കാലം us. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്, പ്ലാൻ ഉണ്ട്. And so God has a very great plan and purpose for our lives. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. And we must be able to live according to his plan and purpose. ഈ ലോകത്തിന് അനുരൂപരായി പോകാതെ We must not be conformed to the നന്മയും patterns of this പ്രസാദവും world. പൂർണ്ണതയുമുള്ളതായ ദൈവികതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് സാധ്യമാകണം. Rather being renewed by the transforming of our mind and spirit. അവിടെ പറയുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാർ ആദിജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ആരുടെ സ്വരൂപത്തോട്? കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ തക്കവണ്ണം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നുവെന്ന്. And so we may be first among brothers, God has already predestined to be conformed to the likeness എഫെസ്യ of ലേഖനം his 1-ാം son. അധ്യായത്തിന്റെ 4-ാം തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ദൈവദൃഷ്ടിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. And it says, for he chose us in him before the creation of the world to be holy and blameless in his sight in love. ഒരുവൻ യാഗമായി തീർന്ന മറ്റൊന്നിനും വേണ്ടിയല്ല എന്റെ പ്രിയ സഹോദരങ്ങളെ. And it was not for any other reason that he became നമ്മെ a വിശുദ്ധരാക്കി sacrifice. തീർക്കുവാനായിട്ടാ. It is so that we may അവന്റെ become holy. വിശുദ്ധിയിൽ നാം ജീവിക്കുവാൻ വേണ്ടിയിട്ടാ. It is so that we may live in this അവന്റെ holiness. സ്വരൂപത്തോട് നാം അനുരൂപരാകുവാൻ വേണ്ടിയിട്ടാ. And it's so that we may be conformed to his Praise likeness. God. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം എന്തെന്ന് നാം ഒന്ന് വിലയിരുത്തട്ടെ. And so let us be able to understand the value of our life. ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച് To be able to get holiness in this spirit. ഇവിടെ പറയുകയാണ്, ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും. ആരോടുള്ളതായ അനുസരണം? And so to who are we to be holy to? കർത്താവിനോടുള്ളതായ അനുസരണം. We are to be obedient to God. പരിശുദ്ധാത്മാവിനോടുള്ളതായ അനുസരണം. We are to be obedient to the Holy Spirit. Praise God. ഇന്ന് പകൽക്കാലം നാം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുണ്ടോ? Today morning, are we obedient to the Holy Spirit? ആത്മാവിൽ നാം വിധേയപ്പെടുന്നുണ്ടോ? Are we surrendering to the Holy Spirit? കർത്താവ് നമ്മോട് പറയുന്നതിനെ നാം ഏറ്റെടുക്കുന്നുണ്ടോ? Are we accepting what God is telling അതിൽ us? പ്രകാരം നാം ജീവിക്കുന്നുണ്ടോ? And are we living according to that? കാലം അതിന്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. And the world is coming to its end. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. And Christ's coming is very ലോക soon. സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. And the events of the world are calling to his second പലരും coming. കർത്താവിന്റെ വരവിനെ കുറിച്ച് പല പ്രസ്താവനകളും പറയുമ്പോഴും And when many people are speaking about his ഇന്ന് coming, പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കർത്താവ് ഏതു സമയത്ത് വേണമെങ്കിലും വരാം. I believe that my Christ can come back at any നാം moment. ഇന്ന് പകൽക്കാലം അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് വരാം. And we may be even taken when we are ഒരുങ്ങിയിരിക്കുന്നവർക്ക് worshiping. മാത്രമേ അവനോട് കൂടെ പന്തിയിൽ ഇരിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. Only those who are ready and prepared will be ഈ able to go with ദിവസങ്ങളിൽ him. നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരണം. Let our lives today be holy. ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളതായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. Let us be able to lead a life according to the Spirit of കറകൾ God. പറ്റുന്ന ആ ജീവിതത്തോട് നാം വിട പറയണം. Let us say bye to the blemishes of this നമ്മുടെ world. വസ്ത്രം മലിനമാകുവാൻ തക്കവണ്ണമുള്ളതായ ഒരു പ്രവൃത്തി പദത്തിൽ നാം ഏർപ്പെടരുത്. Let us not be involved in any ഈ activity that ലോകം നമ്മളെ പലതിനായി മാടി വിളിക്കും. this world will call us to many നമ്മോട് things. ചുറ്റും ഇരിക്കുന്നതായ പലരും നമ്മെ മാടി വിളിക്കും. Many people around us will call us to many നല്ലതേതെന്ന് things. തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവത്തിലേക്ക് ദൈവജനം കടന്നു വരണം. To be able to know what is good, let us ask the Spirit of ആത്മനിറവിന്റെ God for അനുഭവത്തിൽ guidance. ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവജനത്തിനിടയായി തീരണം. Let us be able to praise him with the fullness of the ആത്മാവിന് Spirit. വിധേയപ്പെട്ടുള്ളതായ ജീവിതമായിരിക്കണം ദൈവമക്കളുടെ ജീവിതം. Let us lead a life that is surrendered to the Holy Spirit. ഹല്ലേലൂയ. ഇവിടെ പറയുക, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ത്? ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന്. And so God has called us to live in a life that is holy to the Spirit and to ദൈവം be നമ്മെ obedient. വിളിച്ചു, പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നമ്മെ വിളിച്ചു. And Christ has called us through his son Jesus Christ. പരിശുദ്ധാത്മാവിനെ അവൻ നമുക്കായി മുദ്രയിട്ട് നൽകിയിരിക്കുക. And he has sealed us with the Holy Spirit. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. And the Holy Spirit is wanting to renew us every എന്നാൽ day. പലപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. But many times we are running. പരിശുദ്ധാത്മാവിനെതിരായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. We are running against the ഈ Holy ദിവസങ്ങളിൽ Spirit. മടങ്ങി വരട്ടെ. These days we have to come back. ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ദൈവജനം മടങ്ങി വരട്ടെ. We have to come back to the Spirit of God. ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. We have
are to come back to the guidance of the Holy ആത്മാവിന്റെ Spirit. നിയന്ത്രണത്തിലേക്ക് കുടുംബം മടങ്ങി വരട്ടെ. Let the family be returned to the guidance ആത്മാവിന്റെ of the Holy Spirit. നിയന്ത്രണത്തിലേക്ക് നമ്മുടെ തലമുറകൾ മടങ്ങി വരട്ടെ. Let our generations be ഈ returned to the Holy ദിവസങ്ങളിൽ Spirit. ദൈവജനം പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകൾ മടക്കേണ്ട ദിവസങ്ങളാ. In these days we are to bow our, ദൈവസന്നിധിയിൽ കരയേണ്ട ദിവസങ്ങളാ. we are to cry in the presence of God. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി ഇടവേള നിൽക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന് ഇടയായി തീരട്ടെ. We are to intercede for our future generations. ഹല്ലേലൂയ. ദൈവജനമേ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ഹല്ലേലൂയ. ശത്രുവായവൻ തലമുറകളെ തെറ്റിക്കുവാൻ തക്കവണ്ണം അവൻ വിരുദ്ധമായി ഓടിക്കൊണ്ടിരിക്കുന്നു. Satan is running and trying to deceive our generation. ദൈവസഭയെ തകർക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. And Satan is trying to destroy the church. ദൈവജനം കോൺഷ്യസ് ആയിരിക്കണം. The children of God should be conscious. ദൈവജനം ഈ ദിവസങ്ങളിൽ ഉണർന്നില്ല എങ്കിൽ നാം കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകും. If we are not alert, the people of God, we will be going away. തീക്ഷ്ണതയുള്ളവരായിരിക്കുക. We must be fervent. വചനത്തിൽ അടിസ്ഥാനമുള്ളവരായിരിക്കുക. We must have our roots in the word ക്രിസ്തുവാകുന്ന of God. പാറമേൽ ഓരോ ദിവസവും പണിയുക. We must build ourselves and Christ the ക്രിസ്തുവിന്റെ foundation. പാറമേൽ അടിസ്ഥാനത്തെ ഉറപ്പിപ്പാൻ തക്കൊണ്ട് ഈ ദിവസങ്ങൾ ഇടയാകട്ടെ. We must be able to be secure in Christ who is our rock. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ളതായ തിരുവചന വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. We can see many questions in Romans 6 verses 1 to 5. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? What shall we say then? Shall we go on sinning so that grace may ചോദിക്കുക, increase? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? Shall we go on sinning so that grace may increase? ചിന്തിക്കട്ടെ എന്ന് പകൽക്കാലം. Let us examine ourselves. നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കട്ടെ. Let us ask ourselves this കൃപ morning. പെരുകേണ്ടതിന് ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തില് പാപത്തെ പെരുകിക്കൊണ്ടിരിക്കുകയാണോ? Are we going on sinning? അവിടെ പറയുകയാണ് ഒരു നാളും അരുത് എന്ന്. We should not do this at any point in our lives. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യരുത് എന്ന്. The Spirit of God is saying we should not go on sinning. പാപത്തോട് നോ പറയുവാൻ തക്കമുള്ള ഈ ദിവസങ്ങളിൽ നാം പരിശീലിക്കണം. We must be able to say no to sin. പാപത്തോട് നോ പറയുവാൻ തക്കമുള്ള കൃപ ദൈവമക്കൾ പ്രാപിക്കണം. We must be able to receive that grace അടുത്ത to say വാക്യത്തിൽ no to പറയുന്നു, sin. എന്താ പാപസന്ധമരായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന്. And so the next verse says, we died to sin. How can we ദൈവമക്കളെ live it? ചിന്തിക്കട്ടെ. Let us examine ourselves this ഒരുവൻ morning. നമുക്ക് വേണ്ടി മരിച്ചു. There was one person നാം that died for വായിച്ചതായ us. സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഒരുവൻ എന്നെ പാപത്തിന്റെ കുഴിയിൽ നിന്നും അവൻ കരയറ്റി. And we read in the Psalms that one person has redeemed us കുഴിയിൽ from നിന്ന് അവൻ നമ്മെ the pit. കരയറ്റിയെങ്കിൽ ഇനി വീണ്ടും നാം എങ്ങനെ പാപത്തിൽ ജീവിക്കും? And so if we were redeemed from the pit, how can we live in sin? ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴും നമ്മുടെ ജീവിതം എവിടെയാ കിടക്കുന്നത് ചിന്തിക്കുക എന്ന് പകൽക്കാലം. And so examine where is your life now. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, 6:2 പറയുന്നു, എന്താ സ്തോത്രം? ആകയാൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരായി നിങ്ങൾ അതിൽ ജീവിക്കരുത് എന്ന്. And so those that we died to sin, how can we 3-ാം live it in any വാക്യത്തിലേക്ക് വരുമ്പോൾ longer? പറയുന്നു, അല്ല യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. And so the third question is, or don't you know that all of us who were baptized into Christ Jesus were baptized into his death? തിരിച്ചറിയണം ഈ ദിവസങ്ങളിൽ ദൈവജനം. We must be able to understand these coming കർത്താവിനോട് days. ചേരുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു. And so to be able to be joined with Christ, we ഞാൻ did something. സ്നാനമേറ്റു. We were baptized. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. And from that we were being freed from ഇവിടെ sin. പറയുക, നീ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ആര്? പരിശുദ്ധാത്മാവ്. And the Holy Spirit is questioning us. Don't you know that all of us who are Praise baptized into God. Christ അടുത്ത Jesus were വാക്കിലേക്ക് വരുമ്പോൾ baptized into his പറയുക, death? 4-ാമത്തെ വാക്യത്തെ 6:4 വരുമ്പോൾ പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. And so in the next verse we read, we therefore were buried with him through baptism into the death. അടുത്ത വാക്യം പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട്, അത് തന്നെ 6:4 തന്നെ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. And so it says, just as Christ was raised from the dead through the glory of the Father, we too ഒരുവൻ may എനിക്ക് live a വേണ്ടി new life. യാഗമായി തീർന്നതിന് വലിയൊരു കാരണമുണ്ട് ദൈവമക്കളെ. And so there's a reason for one to be sacrificed on the cross. അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ട് അവൻ യാഗമായി തീർന്നത്. It is so that we may live a life in a new life. അതിനു വേണ്ടിയിട്ട് അവൻ പച്ചമരക്കുരിശ് അവൻ ചുമന്നത്. And that is why he bore the cross. അതിനു വേണ്ടിയിട്ട് അവൻ ചാട്ടവാറിന്റെ അടി കൊണ്ടത്. And that is why he bore the അതിനു whips. വേണ്ടിയിട്ട് അവൻ കയ്പുനീര് കുടിച്ചത്. And that is why he bore the bitter അതിനു wine. വേണ്ടിയിട്ടാണ് അവൻ കള്ള എന്നുള്ളതായി വിളി അവൻ സ്വയം ഏറ്റെടുത്തത്. And that is why കള്ള എന്നുള്ള പേര്. and that is why he bore the name of liar.
Praise God, സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ മറന്നു പോകുക പലപ്പോഴും. And many times we forget this. ആ നടന്നവനെ നമ്മൾ പലപ്പോഴും മറന്ന് ജീവിക്കുക. And we many times forget this Praise and God, live. ക്രിസ്തുവിൽ ജീവിക്കണം. And so we must live in Christ. വചനത്തിൽ ജീവിപ്പാൻ തക്കൊണ്ട് നമുക്ക് കഴിയണം. And we must be able to live in Christ. ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ആരെ പ്രസാദിപ്പിപ്പാൻ കഴിയത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയത്തില്ല എന്ന്. And so in this verse we read that those with a sinful nature cannot please ഇന്ന് God. പകൽക്കാലം നാം ആലയത്തിൽ കടന്നു വന്ന് എന്തിനാ? And so why did we come to the presence of God this ദൈവത്തെ morning? പ്രസാദിപ്പിക്കാനായിട്ട്. It is to please God. അവന് സ്തോത്രം പാടുവാനായിട്ട് വന്നിരിക്കുന്നത്. It is to praise His name. Praise God. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ If we are to please God, ആത്മ സ്വഭാവത്തിൽ നാം ജീവിക്കണം. we must live in the life of the ജഡ Spirit. സ്വഭാവത്തിൽ ജീവിച്ചുകൊണ്ട് If we live in the life of sin, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. we cannot please God. ഞാൻ നമ്മോട് തന്നെ ചോദിക്കട്ടെ ഇന്ന് പകൽക്കാലം. Let us ask ourselves this കഴിഞ്ഞ morning. സൺഡേ ഞാൻ ആരാധന കഴിഞ്ഞ് ആലയം വിട്ട് ഞാൻ പോയി. Last Sunday we went from the presence of God into our homes. കഴിഞ്ഞ മൺഡേ മുതൽ ഈ സൺഡേ വരെയുള്ളതായി എന്റെ ജീവിതം ഏത് രീതിയിലുള്ളതായിരുന്നു? From last Monday to this Sunday, what was our life like? ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതമായിരുന്നോ അതോ ജഡത്തെ അനുസരിച്ചുള്ള ജീവിതമായിരുന്നോ? Was it a life obedient to sin or was it a life obedient കർത്താവ് to ഇന്ന് God? പകൽക്കാലം ഓരോ അവസരം കൂടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകുക. And so God is giving us another chance this morning ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ വേണ്ടിയുള്ള ഒരു അവസരം. to live a life obedient to God. ആർക്കെങ്കിലും പറയാമോ ഹല്ലേലൂയ സ്തോത്രം ഞാൻ നാളെ ജീവിക്കുമെന്ന് ആർക്കെങ്കിലും പറയാമോ? Can anyone say that they will live tomorrow? ഹല്ലേലൂയ. നമ്മുടെ നാളെ എന്തെന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ We do not know what tomorrow holds. വിളിച്ചവന്റെ വിളിക്കൊത്തവണ്ണം മാന്യമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾ പരിശീലിക്കണം. But we must train ourselves to live according to the വചനപ്രകാരം calling, ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് കഴിയണം. to be able to live according to the word of God. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല എന്ന്. Those that are controlled by sin cannot please അടുത്ത God. വാക്യം പറയുന്നു, 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. 8-ാം അധ്യായം നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന്. You whoever are controlled not by the sinful nature but by the Spirit. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. And so if anyone does not have the Spirit of Christ, he does വചനം not വളരെ belong to Christ. വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. And so the word is speaking to us very clearly. എന്നാൽ വചനത്തോട് നമ്മളുടെ പ്രതികരണം എങ്ങനെ? But what is the response to the word of God? വചനത്തെ നാം ഏറ്റെടുക്കുന്നുണ്ടോ? Are we able to take this on board? വചനമനുസരിച്ച് ജീവിക്കുവാൻ തക്കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടോ? Are we able to live according to this word? നാം ചിന്തിച്ചേ മതിയാകത്തുള്ളൂ. We must think about this these coming Praise days. God, hallelujah. Praise God. ലോകം ഇന്ന് കർത്താവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുക. The world today is celebrating His ഒരുവൻ resurrection. ഒരിക്കലായി നമുക്ക് വേണ്ടി അവൻ കാൽവരിയിൽ യാഗമായി തീർന്നവൻ ഉരുത്തെഴുന്നേറ്റു. And at one time Christ became the sacrifice for us. ആത്മാവിൽ ജീവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. And we must be having experience of ജഡ living. സ്വഭാവങ്ങൾ മാറണം. Our fleshly nature should go ജഡത്തിന്റെ away. ചിന്തകൾ മാറണം. Our fleshly thoughts should go away. ഗലാത്യലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ളതായി തിരുവചന വേദഭാഗങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. Book of Galatians chapter 5 verse 16 to 20. അവിടെ എന്താ പറയുന്നത്? 5-ാം അധ്യായത്തിന്റെ 16 മുതൽ വാക്യം 5:16. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അടുത്ത വാക്യം പറഞ്ഞു മോനെ കേട്ടേ. 17. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. 18-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴ് ഉള്ളവർ അല്ല. പകൽക്കാലം നാം മനസ്സിലാക്കണം, ന്യായപ്രമാണത്തെ തകർത്തുകൊണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. We must understand this morning that one broke the law and was crucified on the cross. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. 19-ാമത്തെ വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ അവിടെ തുടങ്ങിയാണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം. 21 ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു എന്ന്. Praise God. വളരെ വ്യക്തമായി തിരുവചനം ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു.
And so from Galatians 5 verses 16 onwards, it tells about various different things that we are not ought to do. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുണ്ട് എങ്കിൽ, And if in anything from this we are lacking in our lives, നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല എന്നതാണ് സത്യം. it means that we are not obeying the Holy Spirit. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭിന്നതയുണ്ട് എങ്കിൽ, If we in our lives have anything against, അസൂയ ഉണ്ട് എങ്കിൽ, if we have jealousy, വെറുക്കൂത്തുകൾ ഉണ്ട് എങ്കിൽ, if we have any enmities, കോപമുണ്ട് എങ്കിൽ, if we have any strife, നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല. it means that we are not obeying the Holy Spirit. കർത്താവ് പറഞ്ഞു, ഞാൻ സ്നേഹമാകുന്നു. God has said, I am love. ആ സ്നേഹം അവന് തന്റെ കാൽവരി കുരിശിൽ അവൻ നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. And so he was able to display that on the cross. വളരെ വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുന്നു. ദൈവസഭ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വന്നില്ല എങ്കിൽ, And if the Holy Spirit is saying, if we are not able to come to the depths of his love, നാം അതിനുവേണ്ടി കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. we will have to be accountable for that. സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉടലെടുത്തേ മതിയാകത്തുള്ളൂ. We must be able to embrace love കർത്താവ് into our നമ്മുടെ lives. ജീവിതത്തിൽ വാണേ മതിയാകത്തുള്ളൂ. Christ should be the ruler in our നാം lives. വ്യക്തിപരമായി അതിന് തീരുമാനമെടുക്കണം ഈ ദിവസങ്ങളിൽ. And we must be able to, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം ഇതെന്റെ ജീവിതത്തിൽ വേണ്ട. and we must say no to all of these things. എനിക്ക് with us. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ മതി. We must be able to obey the എനിക്ക് Holy Spirit. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ മതി. We must be serving the Holy Spirit. ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം എന്നെ നീ സഹായിക്കണം. And we must ask God to be able to serve the പരിശുദ്ധാത്മാവെ Holy നീ Spirit. അതിനു വേണ്ടിയുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്നുള്ളതായ പ്രാർത്ഥന And we must have that prayer to be able to serve the Holy ദൈവമക്കളെ Spirit. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. Let that be in our lives. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, നീ എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്ന്. And the psalmist is saying, you have നീ എന്നെ redeemed me കുഴഞ്ഞ from sin. ചേറ്റിൽ നിന്ന് കരയറ്റി എന്ന്. You have spared me from going into the pit. ഹല്ലേലൂയ. നാം ദൈവവചനം പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അർത്ഥം മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമായി മാറും. And if we are able to understand this meaning, our പലപ്പോഴും life നമ്മൾ will be ഒഴുക്കുള്ള blessed. വെള്ളത്തിൽ താളത്തിനൊത്ത് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക. Many times we are going according to the stream. താളത്തിനൊടുത്ത് ഒഴുകുവാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത്, വേർതിരിച്ചത്, തിരഞ്ഞെടുത്തത്, നമ്മെ ഓരോ ദിവസവും അവൻ പരിശീലിപ്പിക്കുന്നത് കൃപയ്ക്കനുസരിച്ച്, ആത്മാവിനനുസരിച്ച്, ആത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ വേണ്ടിയിട്ടാണ്. Christ has not called us to just be going along with the stream, but rather ഈ to be ദിവസങ്ങളിൽ called. ഒരു മടങ്ങി വരവും നമുക്ക് ആവശ്യം, അത്യന്താപേക്ഷിതമാണ്. In these days, we are, കൃപയിലേക്ക് നമുക്ക് മടങ്ങി വരട്ടെ. let us come back to the grace of ജീവിതം God. ക്രിസ്തുവിനായി ധന്യമായി തീരുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. Let us be able to come back into the presence of സമർപ്പണത്തിലേക്ക് God. നമുക്ക് കടന്നു വരാം. And let us come into ഒരു വാക്ക് നമുക്ക് surrender. ദൈവസന്നിധിയിൽ നിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. Let us pray. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, Like the psalmist said, കർത്താവേ നീ എന്നെ ഒന്ന് പണിതെടുക്കണം. Lord, build me. നിന്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണമുള്ളതായ അവസരം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നൽകണം. Give me the opportunity to be able to experience your grace in my life. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി കർത്താവേ. തിരുവചനത്തിൽ കൂടി കർത്താവേ സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ സംസാരിച്ച നിന്റെ സ്നേഹത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. സമയം ഇനി അധികമില്ല കർത്താവേ. കാലം കർത്താവേ സ്തോത്രം എന്റെ സമ്പൂർണ്ണതയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഏറെ ഭയത്തോടുകൂടി ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഓടിത്തികപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അപ്പാ ഈ ദിവസങ്ങളിൽ നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന ഒരു ജനം പോലും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ സ്തോത്രം. കർത്താവേ, നിന്റെ വരവിങ്കൽ കാണപ്പെടുവാൻ തക്കവണ്ണമുള്ളതായ കർത്താവേ ഒരു തീരുമാനം അവരുടെ വ്യക്തിപരമായ ജീവിതത്തില് പകൽക്കാലം എടുക്കുന്ന പ്രഭാതമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. കൈവിടപ്പെടുവാനല്ല നീ യാഗമായി തീർന്നത് കർത്താവേ. ഹല്ലേലൂയ. കാൽവരി കുരിശ് നീ യാഗമായി തീർന്നത് കർത്താവേ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനുമാ, എന്റെ വീണ്ടെടുപ്പിനായുള്ളതായ ബോധ്യം ഞങ്ങളിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഈ ജനത്തെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരോട് നന്മയായി തീരട്ടെ, ദൈവ സാന്നിധ്യമായി തീരട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ചിന്തകൾ ദൈവം നമുക്ക് നൽകി. തുടർന്ന് കുഞ്ഞുങ്ങൾ മുന്നോട്ട്